സൂരജ് സജി ഉണ്ട് എന്നാണ് പ്രതീക്ഷ. സൂരജ്, ഇപ്പോൾ ആശുപത്രിയിൽ തന്നെയാണോ പി ജയചന്ദ്രൻ്റെ ഭൗതിക ശരീരമുള്ളത്? ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത് എന്താണ്? ആരെങ്കിലുമൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ സൂരജ്? ഹാഷ്മി, എന്തായാലും ഈ വാർത്ത അറിഞ്ഞ നിരവധി പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുണ്ട്. പ്രത്യേകിച്ച് ഈ യേശുദാസ് അടക്കമുള്ള ആളുകളുണ്ട്. യേശുദാസിന്റെ പിറന്നാൾ കൂടിയാണ് ഇന്ന്. നമ്മൾ ഈ യേശുദാസിന്റെ പിറന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ പല ഗായകരെയും ബന്ധപ്പെട്ടിരുന്നു. ആ സമയത്തും പി ജയചന്ദ്രൻ എന്ന പേര് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഇത്തരത്തിൽ ഒരു അവസ്ഥ വളരെ മോശം സാഹചര്യത്തിലാണ് എന്ന് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ പോലും നമുക്കൊരു വിവരമുണ്ടായിരുന്നില്ല. അദ്ദേഹം നേരത്തെയും ഇതേപോലെ ഈ രോഗത്തെ തുടർന്ന് ഈ ആശുപത്രിയിൽ ചികിത്സയിലായിട്ടുള്ളതാണ്. ആ സമയത്തെല്ലാം തന്നെ മടങ്ങി വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഒരു മടങ്ങിവരവാണ് ഇക്കുറിയും നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ കാര്യങ്ങൾ തകിടം മറിയുന്നു. ഭാവഗായകനെ നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഹൃദയവേദന നൽകുന്ന ഈ വാർത്ത. 7:54 ഇന്ന് പി ജയചന്ദ്രന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്ന. ആശുപത്രിയിൽ നിന്ന് ഔദ്യോഗികമായി തന്നെ അതിലിപ്പോൾ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഇനി നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. സംസ്കാരത്തിന്റെ അടക്കമുള്ള കാര്യങ്ങൾ കുടുംബാംഗങ്ങൾ ആലോചിച്ചു വരുന്നത് മാത്രമേ ഉള്ളൂ. നാളെ ആയിരിക്കുമോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരും മണിക്കൂറിൽ അറിയും. എന്തായാലും മലയാളത്തെ സംബന്ധിച്ച്, മലയാള സിനിമാ ലോകത്തെ സംബന്ധിച്ച് തീരാ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. മലയാളത്തിന്റെ ഭാവഗായകൻ വിടവാങ്ങിയിരിക്കുന്നു. നിരവധി ഗാനങ്ങൾ ആഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ എന്നും മനസ്സിൽ ഓർത്തെടുക്കാൻ കഴിയുന്ന നിരവധി ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട ഗായകനെയാണ് നമുക്ക് നഷ്ടമാകുന്നത്. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി, ധനുമാസ ചന്ദ്രിക വന്നു തുടങ്ങി നിരവധി ഗാനങ്ങൾ ഇന്നും മലയാളികളുടെ ഹൃദയത്തിൽ, അല്ലെങ്കിൽ മലയാളികളുടെ ചുണ്ടിൽ എന്നും മൂളിപ്പാട്ടായി മുഴങ്ങുന്ന നിരവധി ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചതാണ്. അത് തന്നെയാണ് അദ്ദേഹത്തെ ഭാവഗായകൻ എന്ന വിശേഷണം. അത് ഒരിക്കലും ഈ മലയാളികൾ മനസ്സുകൊണ്ട് ചാർത്തിയ വിശേഷണമാണ് അദ്ദേഹത്തിന് എന്നും നമുക്ക്. ഇന്ന് 7:54 തൃശൂർ അമല ആശുപത്രിയിൽ ഈ പി ജയചന്ദ്രന്റെ മരണമുണ്ടായിരിക്കുന്നത്. ആശുപത്രി അധികൃതർ തന്നെ സ്ഥിരീകരിക്കുന്നു. നിലവിൽ ബന്ധുക്കളാണ് ഇവിടെ ഉള്ളത്. സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഹാഷ്മി, എന്താണ് നമ്മൾ ഓർത്തെടുത്ത എത്ര ഗാനങ്ങൾ, എത്ര ഭാവഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടാണ്. അനുരാഗ ഗാനം പോലെ എന്ന പാട്ട് MS ബാബുരാജിൻ്റെ രചന, ശരദിന്ദു മലർദീപ് നാളം നീട്ടി എന്ന പാട്ട്, ഒന്ന് തൊടാനുള്ളിൽ എന്ന പാട്ട്, മറന്നിട്ടും എന്തിനോ എന്ന് തുടങ്ങുന്ന ആ പാട്ട്, നീയൊരു പുഴയായി എന്ന് തുടങ്ങുന്ന ആ ഗാനം, എന്തേ ഇന്നും വന്നീല എന്ന ഗാനം, പൂവേ പൂവേ പാലപ്പൂവേ, പ്രായം തമ്മിൽ മോഹം നൽകി എന്ന ആ പാട്ട്, എന്താണ് ഈ പാട്ടിൽ പൊന്നുഷസിൽ നീരാടും വരുമി നീ മണിമുകലാടകൾ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഓർത്തെടുത്താൽ തന്നെ കിട്ടാവുന്ന ഒരുപിടി ഹിറ്റ് ഗാനങ്ങൾ മലയാളിയുടെ നാക്കിൽ, അല്ലെങ്കിൽ മലയാളിയുടെ പ്രണയാനുഭവങ്ങളിലൊക്കെ ഒരു പശ്ചാത്തല സംഗീതം പോലെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഗാനങ്ങൾ ഇനി ബാക്കിയാണ്. ആ ഗാനങ്ങളുടെ ശബ്ദം ഇനി ഈ ഭൂമിയിൽ ആ പാട്ടുകളുടെ രൂപത്തിൽ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവ്. ഈ രാത്രി ഉണ്ടാക്കുന്ന നഷ്ടം ചെറുതല്ല, ഈ രാത്രി ഉണ്ടാക്കുന്ന വിരഹം അത് ചെറുതേ അല്ല. ആ മരണം കൂടുതൽ ഷോക്കിംഗ് ആണ് എന്ന് പറയാനുള്ള കാരണം ഈ പി ജയചന്ദ്രൻ്റെ ആരോഗ്യാവസ്ഥയെപ്പറ്റി അങ്ങനെ ഒരു നമ്മൾ നിന്ന് വിട്ടുപോകുന്ന തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നെവിടെയും പറഞ്ഞു കേട്ടിരുന്നില്ല. MT വാസുദേവൻ നായരാണെങ്കിൽ തന്നെയും അദ്ദേഹം ആശുപത്രിയിൽ കിടപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ആശങ്കാജനകമാണ് എന്ന തരത്തിലേക്കുള്ള, അല്ലെങ്കിൽ അപകടാവസ്ഥയിലാണെന്ന തരത്തിലേക്കൊക്കെയുള്ള ആശുപത്രിയുടെ സ്ഥിരീകരണമൊക്കെ നമ്മൾ കേട്ട് ഒരുപക്ഷെ നമ്മുടെ മനസ്സിനെ നമ്മൾ ഒരുപക്ഷെ പാകപ്പെടുത്തിയിരിക്കണം. അദ്ദേഹത്തിൻ്റെ അവസ്ഥ കുറച്ച് പ്രശ്നമാണ്, പാകപ്പെടുത്തിയിരിക്കണം. പക്ഷേ പി ജയചന്ദ്രനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊന്നും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളാവുന്നോ അല്ലെങ്കിൽ ആരോഗ്യനില അത്ര കണ്ട് പ്രശ്നമാവുന്നു എന്നൊന്നും കേട്ടിരുന്നില്ല. കഴിഞ്ഞ കുറച്ച് നാൾ അദ്ദേഹം വിശ്രമത്തിലായിരുന്നു എന്നറിയാം. എന്തൊക്കെയോ നേരത്തെ സിബിമലയിൽ പറഞ്ഞതുപോലെ എന്തൊക്കെയോ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നതിനപ്പുറം അദ്ദേഹം നമ്മളിൽ നിന്ന് ഈ പാട്ട് ബാക്കിയാക്കി, പാട്ട് നമ്മളെ ഏൽപ്പിച്ച് അദ്ദേഹം ഈ ലോകം വിട്ടു പോകുന്നു എന്ന് നമ്മൾ സ്വപ്നേബി കരുതിയിരുന്നതല്ല. അതുകൊണ്ട് തന്നെ ആ മരണം അങ്ങേയറ്റം ആകസ്മികമാണ് എന്ന് പറയാം. നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ഈ അനുരാഗാനം പോലെ എന്നൊക്കെയുള്ള പാട്ട് നമ്മൾ നേരത്തെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, അല്ലെങ്കിൽ ഈ പാട്ടുകളൊന്ന് മറന്നിട്ടും എന്തിനൊന്നോ, പൂവേ പൂവേ പാലപ്പൂവേ എന്ന പാട്ടോ, പ്രായം തമ്മിൽ മോഹം നൽകി എന്നുള്ള പാട്ടോ, അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കേൾക്കാത്ത ആഴ്ചയിൽ ഒരൊറ്റ ദിവസം പോലും എന്തായാലും ഉണ്ടാവില്ല. കാര്യം അത്രത്തോളം മലയാളി സംഗീത ജീവിതത്തിൽ ആഴത്തിൽ വേരോടിയിരുന്നൊരു ശബ്ദമായിരുന്നു, ഒരു മാന്ത്രിക ശബ്ദമായിരുന്നു, ഒരു ഭാവശബ്ദമായിരുന്നു, ഒരു പ്രണയ ശബ്ദമായിരുന്നു. അതിൻ്റെ 5 തവണ സംസ്ഥാന പുരസ്കാരം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ദൃഷ്ടാന്തമാണ്. എത്രത്തോളം അദ്ദേഹം ചെയ്ത സംഭാവനകൾ എന്നതിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ്. ആ പാട്ടുകൾ ബാക്കിയാക്കിയാണ് ഗായകൻ പി ജയചന്ദ്രൻ നമ്മളെ വിട്ടുപിരിയുന്നത്. ഈ രാത്രിയിലെ ഏറ്റവും വലിയ വേർപാടാണ്, ഏറ്റവും വലിയ നികത്താനാവാത്ത വലിയ വിടവാണ്. ദേവരാജൻ പി ജയചന്ദ്രൻ എന്നൊക്കെയുള്ള കൂട്ടുകെട്ട്, അതൊക്കെ ആ കോംബോകളൊക്കെ ഓർമ്മയായി പോകുന്നു എന്നുള്ളത് അങ്ങേയറ്റം
പി ഭാസ്കരൻ, ദേവരാജൻ, പി ജയേന്ദ്രൻ എന്ന കോംബോ, എന്ന ട്രയോ, എന്ന മാന്ത്രിക ട്രയോ ഒക്കെ ഇനി നമ്മുടെ നമ്മുടെ സംഗീത സമ്പത്തിൽ ഓർമ്മയെ അതെല്ലാ കാലം കിടക്കുമെന്നതിന് തർക്കം വേണ്ട. അത് നേരത്തെ പറയുന്ന പോലെ മലയാളവും ഉള്ളിടത്തോളം കാലം, മലയാളി പാട്ട് കേൾക്കുന്നിടത്തോളം കാലം, മലയാളി പാട്ട് പാടുന്നിടത്തോളം കാലം ആ വരികൾക്കോ ആ ശബ്ദത്തിനോ മരണമില്ല. അക്കാര്യത്തിലൊരു തർക്കവുമില്ല. പക്ഷേ പി ജയേന്ദ്രൻ ഇനി പുതിയ പാട്ടുകൾ മലയാളിക്ക് സംഭാവന ചെയ്യാൻ, മലയാളിയുടെ പ്രണയാനുഭവങ്ങളിലേക്ക് അതിൻ്റെ പശ്ചാത്തല സംഗീതം പോലെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ ഇനി പുതിയ പുതിയ ഗാനങ്ങൾ പാടാൻ അദ്ദേഹം ഇല്ല എന്ന വേദന ഈ രാത്രിയുടെ തീർത്താൽ തീരാത്ത വേദനയാണ്.